അതായത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് ഒക്കെ ചിലപ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും എന്ത് വരാം, മിക്സിയുടെ ജാറിനുള്ളിലൊക്കെ ചെറിയ പുഴുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ എന്ത് വേണം, പിന്നെ ജാറിനുള്ളിൽ നിന്ന് സ്മെല്ല് വരുന്ന ഇഷ്യൂ ഒക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുതിയതായിട്ട് ഒരു മിക്സി വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് അതിന്റെ കപ്ലർ കംപ്ലൈന്റ് ആയി പോവുക. ഇതിന്റെ കാരണം എന്തായിരിക്കും? നമുക്ക് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂസേജ് കൊണ്ടാണ് ഇതിന്റെ കപ്ലറിന് 90% കംപ്ലൈന്റ്സ് വരുള്ളൂ. അത് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സികൾ പൊതുവെ നമ്മൾ പ്ലഗ് ഓൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കും, ദെൻ നമ്മൾ ഓൺ ആക്കും. ഇങ്ങനെ ഓൺ ആക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ ത്രെഡ് കാര്യങ്ങളൊക്കെ തെറ്റിയിട്ട് അതിന്റെ ആ ഒരു കപ്ലറിന് പെട്ടെന്ന് ഡാമേജസ് വരാം. ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് വേണം, ഇതിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചു കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ യൂസ് ചെയ്താൽ മാത്രമാണ് മിക്സികൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് വർക്ക് ആവുള്ളൂ. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ കപ്ലറിന് യാതൊരു കംപ്ലൈൻസും അങ്ങനെ പെട്ടെന്ന് വരില്ല. ഇതല്ലാതെ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും കൂടുതൽ കംപ്ലൈൻസ് വരാം. നമ്മൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത മറ്റൊരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1, 2, 3 മൂന്നാമത്തെ സ്പീഡിൽ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, പൾസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ 1ാമത്തെ സ്പീഡിൽ ഉപയോഗിക്കുക. അത് ഏകദേശം ഗ്രൈൻഡിങ് ആയി വരുന്ന സമയത്ത് നമ്മൾ 2ാമത്തെ സ്പീഡിലേക്കും പിന്നെ അതിൽ നിന്ന് 3ാമത്തെ സ്പീഡിലേക്കും മാറ്റിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഈ ഒരു രീതിയിലാണ് മിക്സികൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൺട്രോൾ ആയിട്ടുള്ള സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വണ്ടികളിലൊക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് മിക്സികളും അതിന്റെ RPM അനുസരിച്ചായിരിക്കും അതിന്റെ സ്പീഡിൽ കൺട്രോൾ ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി നമ്മൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് ഓവറായിട്ട് ലോഡ് ചെയ്ത് വർക്ക് ചെയ്യിക്കുമ്പോൾ ഇതിന്റെ അടിയിലായിട്ട് എന്താവും, കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആവണത് അതിന് ബട്ടൺ ആണ്, ഇവിടെ റെഡ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പുറത്തേക്ക് തള്ളി വരും. ഞാൻ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ജാറിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ കൂടുതലും ഓവർലോഡ് ചെയ്യിക്കാതെ മിക്സികൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൽ അടുത്തതായിട്ട് വരുന്നതാണ്, നമ്മൾ ജാറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ജാറിന്റെ എന്ത് വരും, വാഷർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള വാഷറുകൾ നമുക്ക് വരും. ഈ വാഷർ നമുക്ക് ഒരു ടൈം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ എന്ത് വേണം, ഈ വാഷർ നമ്മൾ ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പൊതുവെ നമ്മൾ ഈ വാഷറിന് ഡാമേജ് വരുമ്പോൾ പുറത്തുനിന്നുള്ള വാട്ടർ ലീക്ക് കാര്യങ്ങളൊക്കെ വരാനും, അല്ലെങ്കിൽ ജാറ് നമുക്ക് ഒരുപാട് നാളാവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിലേക്ക് ജാറിന്റെ ഇതൊക്കെ ഉള്ളിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ എന്ത് വേണം, ഇതിന്റെ വാഷർ മാറ്റണം. അതുപോലെ തന്നെ നമ്മളിത് ക്ലീനിങ് ചെയ്യുന്ന സമയത്തും പ്രോപ്പർ ആയിട്ട് ഈ വാഷർ ഊരി ക്ലീൻ ചെയ്യണതും നല്ലതായിരിക്കും. ഇനി നമ്മൾ മിക്സികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മിക്സി പ്ലേസ് ചെയ്യേണ്ടത് ഒരിക്കലും തണുത്ത പ്രതലത്തിൽ നമ്മൾ വെക്കാൻ പാടില്ല. അതായത് വെള്ളത്തിന്റെ ഈർപ്പം വരുന്ന സ്ഥലങ്ങളിൽ മിക്സികൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. കൂടുതലായിട്ടും ഡ്രൈ ആയിരിക്കുന്ന പ്ലേസുകൾ വേണം നമ്മുടെ മിക്സി പ്ലേസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ മിക്സികൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിന്റെ അടിഭാഗത്ത് കാണാൻ പറ്റും, ഹോൾസ് കാണാൻ പറ്റും. ഇതിന്റെ ഉള്ളിലൂടെ വെന്റ് എയർ നമുക്ക് വലിച്ചെടുത്തിട്ട് ഇതിന്റെ ഈ സൈഡിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, പുറത്തേക്ക് തള്ളണതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നനഞ്ഞതായിട്ടാണ് നമ്മൾ പ്രതലം എന്നുണ്ടെങ്കിൽ ആ ഈർപ്പം വലിച്ചെടുത്ത് മോട്ടറിന് ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിന്റെ അടിയിലായിട്ട് ചെറിയ 4 ബുഷുകൾ കാണാൻ പറ്റും. ഇത് വെള്ളത്തിന്റെ ഈർപ്പം വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു ബുഷും ഇതിന്റെ ഉള്ളിൽ നിന്ന് ഡാമേജ് പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ നിങ്ങൾ മിക്സി വെക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ വെച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിന്റെ മോട്ടറിന് കംപ്ലൈൻസ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത്, ഒന്ന് ഓവർലോഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് മിക്സികൾ കൂടുതൽ വോൾട്ടേജ് വേരിയേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്കാണ് ഇതിന്റെ മോട്ടറിന് കൂടുതലും ഡാമേജ് വരാം. പിന്നെ പ്രധാനമായിട്ടും ഇതിന്റെ ഉള്ളിലേക്ക് വാട്ടർ ഇറങ്ങുമ്പോഴാണ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ലീക്കേജ് വന്ന് ഇതിന്റെ ഉള്ളിലേക്ക് വാട്ടർ വരുമ്പോൾ ഇതിന്റെ മോട്ടറിന് പെട്ടെന്ന് തന്നെ ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്റെ ജാറിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ആ ജാർ സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക. മിക്സികളുടെ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ പ്ലഗിങ്ങിൽ തന്നെ അൺപ്ലഗ് ചെയ്തിടാം. നമ്മൾ മിക്സികൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓവറായിട്ട് മിക്സിക്ക് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ മോട്ടറിന് കംപ്ലൈൻസ് വരാനുള്ള ചാൻസസ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓവർ സൗണ്ട് മിക്സികൾക്ക് സാധാ ഒരു സൗണ്ടിനെ അപേക്ഷിച്ച് ഓവർ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഓവർലോഡ് അല്ലെങ്കിൽ നമുക്ക് മോട്ടറിന് ഡാമേജ് വരാനുള്ള ചാൻസസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് വേണം, സർവീസ് ചെയ്തിട്ട് വേണം മിക്സികൾ ഉപയോഗിക്കാനായിട്ട്. ഇനി പലർക്കും അറിയണ മറ്റൊരു കാര്യമാണ്, നമ്മളിത് ഓൾറെഡി ഞാൻ പറഞ്ഞു, വാട്ടറിലേക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് പുറത്തേക്കാണ് ഈ വാട്ടറിലേക്ക് പോവുക. പൊതുവെ മിക്സികളിൽ നമ്മൾ കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾ ഇട്ടിരുന്നത് കാണാൻ പറ്റും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വാട്ടർ ലീക്ക് വരുമ്പോൾ ഇത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, ആ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്.
നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വേസ്റ്റ് ഒക്കെ വന്ന് ഇവിടെ ക്ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഉള്ളിലേക്ക് തന്നെ കൂടുതലായിട്ട് ഇറങ്ങാനുള്ള ചാൻസസ് കൂടും. അപ്പൊ നിങ്ങൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനൊക്കെ ക്ലീൻ ചെയ്ത് തന്നെ വെച്ച് ഉപയോഗിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. നമുക്ക് മിക്സിയുടെ പോലെ തന്നെയാണ് മിക്സികളുടെ ജാറിന്റെയും ലൈഫ് എന്ന് പറയുന്നത്. ജാർ ഉപയോഗിക്കണ പോലെ ഇരിക്കും മിക്സികളുടെ ലൈഫും. ഇതിൽ നമുക്ക് ഓരോ ജാറിനും ഓരോ പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ ജാറ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും മസാല കാര്യങ്ങളൊക്കെ പൊടിക്കാനും ചട്നിയൊക്കെ ഉപയോഗിക്കാനാണ് എന്ത് വരുന്നത്, ഇത്തരത്തിലുള്ള ചെറിയ ജാറുകളുടെ ഉപയോഗം വരുന്നത്. അതിനനുസരിച്ചുള്ള ബ്ലേഡ് ആണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതിൽ രണ്ടാമതായിട്ട് വരുന്ന ജാറ് എന്ന് പറയുന്നത് കൂടുതൽ നമുക്ക് അരി ഒക്കെ അരയ്ക്കാനൊക്കെ ആയിട്ടാണ് ഈ മീഡിയം ജാറ് വരുന്നത്. ഇത് നമുക്ക് ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കട്ടി കൂടിയതൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഓവറായിട്ട് ലോഡ് ചെയ്യാതെ ഒരു മിനിമം ക്വാണ്ടിറ്റി ലോഡ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ഒരു പ്രവർത്തനം ഇതിൽ ഉപയോഗിക്കാനായിട്ട്. ഇനി ഏറ്റവും വലിയ ജാറ് കൊടുക്കുന്നതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അരി ഉഴുന്നൊക്കെ അരയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും, അല്ലെങ്കിൽ തേങ്ങയൊക്കെ അരയ്ക്കാൻ പറ്റും. കട്ടി കുറഞ്ഞത് കൂടുതലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ ജാറുകൾ കൊടുത്തിരിക്കുന്നത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കൂടുതൽ നമുക്ക് അരിയൊക്കെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വലിയ ജാറിൽ ഉപയോഗിക്കുക. ഇത് നമ്മൾ കൂടുതലും ക്വാണ്ടിറ്റി നിറച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഉപയോഗിക്കാതെ ചെറിയൊരു മീഡിയം ജാറിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്തി ആയിട്ട് തന്നെ നമുക്ക് അരിയും ഉഴുന്നൊക്കെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഇതിന് പുറമെ ചില മിക്സികളിൽ ജ്യൂസർ ജാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജ്യൂസറിന്റെ ജാറിൽ ജ്യൂസർ തന്നെ ഉപയോഗിക്കുക. ഇനി വലിയ ജാറിൽ നിങ്ങൾ ജ്യൂസ് അടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളം യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ജ്യൂസർ വലിയ ജാറുകളിൽ അരയ്ക്കാനായിട്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്ലേഡിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ജ്യൂസറിന് വേണ്ടിയിട്ടല്ല, നോർമൽ നമ്മൾ എന്താണ് കട്ടി കുറഞ്ഞ ഫുഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഉള്ളിലത്തെ ജാറിന്റെ യൂസേജ് വരുന്നത്. അപ്പോൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ജാറിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കുക. അപ്പൊ അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ ഇതിൽ ഉപയോഗിക്കാനായിട്ട്. ഇനി നമ്മൾ മിക്സികളുടെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മിക്സികളുടെ ജാറ് നമ്മൾ വാഷ് ചെയ്യാറുണ്ട്. ഈ വാഷ് ചെയ്യുന്ന സമയത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മിക്സികൾ എപ്പോഴും കമഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് പൊതുവെ നമ്മളിപ്പോ മിക്സികൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യും, അതിനുശേഷം നമ്മൾ നേരെ തന്നെ വെക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഉള്ളിൽ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ വാട്ടർ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഇത്തരത്തിൽ നമ്മൾ ജാറ് കമഴ്ത്തി വെക്കുക. അതുപോലെ തന്നെ ലിഡും നമ്മൾ എന്ത് ചെയ്യണം, കമഴ്ത്തി വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ജാറ് കഴുകി നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ചിലപ്പോ ഇതിന്റെ ഈ ഒരു ബ്ലേഡിന്റെ സൈഡിലായിട്ട് ചെറിയ വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് ഒക്കെ ചിലപ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും എന്ത് വരാം, മിക്സിയുടെ ജാറിന്റെ ഉള്ളിലൊക്കെ ചെറിയ പുഴുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ എന്ത് വേണം, ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം, ഒരു 1/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ പ്ലഗ് ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അത് വേസ്റ്റ് ചെയ്ത് കളയുക. അത് ഒന്നാമത്തെ സ്പീഡിൽ നമ്മൾ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒക്കെ നമ്മൾ അടിച്ചാൽ മതി. അതിനുശേഷം വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്ത് കമഴ്ത്തി വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വരുന്ന ഹാർഡായിട്ടുള്ള അഴുക്കൊക്കെ പോകാനുള്ള ചാൻസസും വരുന്നുണ്ട്. പിന്നെ ജാറിന്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് വരുന്ന ഇഷ്യൂ ഒക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സ്മെല്ല് വരുമ്പോൾ എന്ത് ചെയ്യുക, ചെറിയൊരു ചെറുനാരങ്ങ എടുക്കുക, അതിന്റെ ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്യുക, ജസ്റ്റ് ആ ചെറുനാരങ്ങയിൽ ഒഴിച്ചിട്ട് ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അന്ന് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ പോകാനുള്ള ചാൻസസും ഉണ്ട്. മിക്സികൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ബോക്സ് പാക്കിൽ ഇത്തരത്തിലുള്ള സ്പാച്ചുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സ്പാച്ചുകളുടെ ഉപയോഗം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് ജാറിന്റെ ബ്ലേഡ് ഒക്കെ നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്പാച്ചുകൾ കമ്പനി ഇതിന്റെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക. പൊതുവെ നമ്മുടെ മിക്സികളുടെ ഒക്കെ വാറന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ വാറന്റി ആയിരിക്കും കൊടുക്കുക. അതൊരു 750 വാട്ട്സുള്ള മിക്സി ഏത് ബ്രാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് വരുന്നത് 2 വർഷത്തെ വാറന്റിയാണ്. അതുപോലെ തന്നെ ചില ബ്രാൻഡുകളിൽ മോട്ടറിന് 5 ഇയേഴ്സ് വരെ വാറന്റി കൊടുക്കുന്ന ബ്രാൻഡുകളും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതൊരു 90% ബ്രാൻഡുകൾക്കും 5 വർഷം അഡീഷണൽ മോട്ടറിനും കൂടി കമ്പനി വാറന്റി പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ മിക്സികൾക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ വരാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ അതിന് ഫ്രീ സർവീസ് ആയിരിക്കും. ഈ ഫ്രീ സർവീസിൽ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ഡാമേജ് ഒന്നും ആ മിക്സിക്ക് ഉൾപ്പെടില്ല. നമുക്ക് പ്രൊഡക്റ്റിന് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് വരാണെങ്കിൽ സർവീസ് മാത്രമായിട്ടാണ് ഫ്രീ ആയിട്ട് കിട്ടുക. നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന കപ്ലർ ഡാമേജ്, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ റബ്ബറിന്റെ ആ ബുഷ് കാര്യങ്ങളൊക്കെ ഡാമേജ് വരാം. ഇത്തരത്തിലുള്ള ഡാമേജിനൊന്നും നമ്മൾ കമ്പനി ആ വാറന്റിയിൽ ഉൾപ്പെടില്ല. മിക്സി വർക്ക് ആവണില്ലെങ്കിൽ നമുക്ക് 2 വർഷം വരെ ഫ്രീ ആയിട്ട് സർവീസ് കിട്ടും. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള 3 വർഷം ഇതിന്റെ മോട്ടറിന് എന്തെങ്കിലും ഡാമേജസ് വരാണെങ്കിൽ മോട്ടറും 5 ഇയറിനുള്ളിലാണെങ്കിൽ കമ്പനി റീപ്ലേസ്മെന്റ് ചെയ്ത് തരും. അങ്ങനെയാണ് മിക്സികളുടെ പൊതുവായിട്ട് വരുന്ന വാറന്റി എന്ന് പറയുന്നത്. നിങ്ങളൊരു മിക്സി പുതിയതായിട്ട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 750 വാട്ട്സുള്ള മിക്സിയെങ്കിലും വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന 1-2 ബ്രാൻഡുകളെ പറ്റി ഞാൻ പരിചയപ്പെടുത്തി തരാം.
അതിൽ ഒന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് സുജാതയുടെ മിക്സർ ഗ്രൈൻഡർ ആണ്. നിങ്ങളുടെ ഒരു വീട്ടിൽ യൂസിനും കൊമേഴ്ഷ്യലൊക്കെ യൂസിനും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ല മിക്സിയാണ് സുജാതയുടെ 900 വാട്ട്സ് വരുന്ന മിക്സർ ഗ്രൈൻഡർ. ഇതിന്റെ ഒരുപാട് മോഡൽസ് കാറ്റഗറി തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ എല്ലാ മോഡൽസിന്റെയും മോട്ടോർ വാട്ട്സും അതിന്റെ മോട്ടറും സെയിം ആയിരിക്കും. ഇനി ഇതിലെ രണ്ടാമതായിട്ട് വരുന്ന മിക്സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഹോം പർപ്പസിൽ മറ്റൊരു നല്ല മിക്സി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മിക്സിയാണ് പാനസോണിക്കിന്റെ മിക്സർ ഗ്രൈൻഡർ. അതിന്റെ 750 വാട്ട്സിന്റെ മിക്സി വാങ്ങി ഉപയോഗിച്ചാലാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇനി ഇതിലെ മൂന്നാമതായിട്ട് വരുന്ന മിക്സിയാണ് നമുക്ക് പ്രീതിയുടെ സോഡിയാക് എന്ന് പറഞ്ഞ മോഡൽ. നിങ്ങൾക്ക് ഒരു ഫുഡ് പ്രോസസർ പ്ലസ് മിക്സിയുടെ എല്ലാ യൂസേജ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് വാങ്ങി ഉപയോഗിക്കാം നിങ്ങൾക്ക് പ്രീതിയുടെ സോഡിയാക് എന്ന് പറഞ്ഞ ഫുഡ് പ്രോസസർ മിക്സർ ഗ്രൈൻഡർ. ഇനി ഇതിലെ നാലാമതായിട്ട് വരുന്നത് ബോഷിന്റെ മിക്സർ ഗ്രൈൻഡർ ആണ്. ഇതൊരു 1000 വാട്ട്സിന്റെ മിക്സർ ഗ്രൈൻഡർ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അരഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഉള്ള മിക്സിയാണ്. വിത്ത് ഈ ഒരു ബ്രാൻഡിന് നമുക്ക് ഹോം സർവീസും കൂടി അവൈലബിൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞ 3 കമ്പനിക്കാണെങ്കിൽ ചില മോഡൽസിനനുസരിച്ച് ഹോം സർവീസും ചിലത് നമുക്ക് ഷോപ്പ് സർവീസ് ആണ് ഉണ്ടായിരിക്കുക. ഇനി ഇതിൽ അവസാനമായിട്ട് വരുന്നത് ഒരു ബഡ്ജറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു മിക്സിയാണ് ബട്ടർഫ്ലൈ കമ്പനിയുടെ പെസ്റ്റൽ എന്ന് പറഞ്ഞ മോഡൽ. ഇതൊരു ഏകദേശം ഒരു 4000 താഴെ ആയിരിക്കും ഈ ഒരു മിക്സർ ഗ്രൈൻഡറിനൊക്കെ പ്രൈസ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റിൽ ഒരു മിക്സി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് വാങ്ങാം ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഈ ഒരു മോഡൽ. ഇതിൽ തന്നെ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്ത് വരുന്ന മിക്സർ മോഡൽസും ബട്ടർഫ്ലൈക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കൊരു സജഷൻ ചെയ്യാൻ പറ്റുന്ന 5 മിക്സികളുടെ കമ്പനി എന്ന് പറയുന്നത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഹോം അപ്ലയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമായിരിക്കും.